നമസ്കാരം. 2026 ബജറ്റിന് US കോൺഗ്രസ് അംഗീകാരം നൽകാൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക ഭാഗിക സർക്കാർ ഷട്ട്ഡൌണിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നിരുന്നു. ജനുവരി 30 അർദ്ധരാത്രിയോടെ ബജറ്റിന് അംഗീകാരം ലഭിക്കാത്തതോടെയാണ് ഫെഡറൽ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ ഭാഗികമായി നിലച്ചത്. ഇതൊരു ഭരണഘടനാപരമായ പ്രതിസന്ധി മാത്രമല്ല, മറിച്ച് അമേരിക്കൻ ജനാധിപത്യത്തെ വീണ്ടും ഒരിക്കൽ കൂടി അപമാനിക്കുന്ന രാഷ്ട്രീയ നാടകമാണ്. ഈ നാടകത്തിന്റെ പിന്നിൽ വ്യക്തമായ ഒരു നിഴൽ കാണാം. ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ അപകടകരമായ രാഷ്ട്രീയ പാരമ്പര്യവും. ഇതോടെ അവശ്യ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത നിരവധി സർക്കാർ സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു കഴിഞ്ഞു. അതേസമയം ഷട്ട്ഡൌൺ അധികം നീണ്ടുപോകാൻ ഇടയില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വിഷയത്തിൽ അടുത്തയാഴ്ച ആദ്യം തന്നെ ജനപ്രതിനിധി സഭ ഇടപെടുമെന്നാണ് വിവരം. 11 ആഴ്ചക്കിടെ ഇത് രണ്ടാം വട്ടമാണ് US ഷട്ട്ഡൌണിലേക്ക് പോകുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇതിന് തൊട്ടു മുൻപത്തെ ഷട്ട്ഡൌൺ 43 ദിവസത്തോളം നീണ്ടുനിന്നിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദീർഘമായ ഷട്ട്ഡൌൺ ആയിരുന്നു അന്നത്തേത്. ട്രംപ് അധികാരത്തിൽ കയറിയ കാലഘട്ടം മുതൽ തന്നെ ബജറ്റ്, ഭരണകൂടം, ജനാധിപത്യം എന്നിവയെല്ലാം അദ്ദേഹത്തിന് വെറും രാഷ്ട്രീയ ആയുധങ്ങളായി. ഭരണകൂടം പ്രവർത്തിക്കണമെന്നത് അദ്ദേഹത്തിന് ഒരിക്കലും പ്രാധാന്യമുള്ള വിഷയമായിരുന്നില്ല. സ്വന്തം അഹങ്കാരവും അധികാര ലോലുപതയും തൃപ്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തെ സാമ്പത്തികമായും ഭരണപരമായും ബന്ദിയാക്കാൻ ട്രംപ് തയ്യാറായിരുന്നു എന്നത് ചരിത്രം ഇതിനകം രേഖപ്പെടുത്തിയതാണ്. ഇപ്പോഴത്തെ ഭാഗിക ഷട്ട്ഡൌൺ ആ ചരിത്രത്തിന്റെ തുടർച്ച മാത്രമാണ്. ബജറ്റ് പാസാക്കുക എന്നത് ഒരു ഭരണകൂടത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്വമാണ്. എന്നാൽ ട്രംപ് പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ധാരാളിത്തവും അസ്ഥിരതയും കോൺഗ്രസിനെ ഒരു പോരാട്ട വേദിയാക്കി മാറ്റി. യുക്തിസഹമായ ചർച്ചകൾക്കും പരിഹാരത്തിനും പകരം ഭീഷണിയും സമ്മർദ്ദവും മാത്രമാണ് ട്രംപിസം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഫലമായി സർക്കാർ ജീവനക്കാർ ശമ്പളം ലഭിക്കാതെ കഷ്ടപ്പെടുന്നു, സാമൂഹ്യ സേവനങ്ങൾ തടസ്സപ്പെടുന്നു, സാധാരണ അമേരിക്കക്കാരുടെ ജീവിതം അനിശ്ചിതത്വത്തിലേക്ക് തള്ളപ്പെടുന്നു. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി എപ്പോഴും ഞാൻ ജയിക്കണം, അല്ലെങ്കിൽ രാജ്യം തകർന്നാലും സ്വന്തം നിലനിൽപ്പും ഉന്നമനവും എന്ന സ്വാർത്ഥത നിറഞ്ഞ നിലപാടിൽ ഉറച്ചതായിരുന്നു. അതിർത്തി മുതൽ സർക്കാർ ഷട്ട്ഡൌൺ വരെ എല്ലായിടത്തും അദ്ദേഹം ജനങ്ങളുടെ താല്പര്യങ്ങളെ ബന്ദിയാക്കി സ്വന്തം രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെച്ചു. 2018-19 ചരിത്രത്തിലെ ഏറ്റവും നീണ്ട സർക്കാർ ഷട്ട്ഡൌൺ ലോകം കണ്ടതാണ്. അന്നും ഇന്ന് 2026 മാറാത്ത സത്യം ഒന്നേയുള്ളൂ: ട്രംപ് ഭരണത്തിൽ ഭരണഘടനയും ജനങ്ങളും പോലും രണ്ടാമതാണ് എന്ന നയം. ഇന്ന് അമേരിക്ക നേരിടുന്ന ഭാഗിക ഷട്ട്ഡൌൺ വെറും ബജറ്റ് പരാജയമല്ല, ഇത് ട്രംപ് വളർത്തിയ വിഭജന രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ്. ഭരണകൂടവും പൊതുജനവും രണ്ടായി നിൽക്കുന്ന ഈ വിഷം നിറഞ്ഞ ഭാഷ, കോൺഗ്രസിനെ ശത്രുവായി ചിത്രീകരിക്കൽ, സ്വതന്ത്ര സ്ഥാപനങ്ങളെ തകർക്കൽ, ഇതെല്ലാം ചേർന്നതാണ് ഈ അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ജനാധിപത്യം സഹകരണത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ട്രംപിസം അത് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ട്രംപ് അനുയായികൾ ഇതിനെ രാഷ്ട്രീയ തന്ത്രം എന്ന് വിളിച്ചേക്കാം. എന്നാൽ സർക്കാർ അടച്ചുപൂട്ടൽ ഒരു തന്ത്രമല്ല, അത് ഭരണപരമായ പരാജയമാണെന്നത് ഉറപ്പിച്ചു പറയേണ്ടി വരും. അത് തൊഴിലാളികളുടെ ജീവിതത്തോട് കാണിക്കുന്ന അവഗണനയാണ്. അത് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തെ പരിഹാസ്യമാക്കി മാറ്റുന്ന നടപടി കൂടിയാണ്. ആഗോളതലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്ക് ഇത് വലിയ ആഘാതമാണ്. ഈ സാഹചര്യത്തിൽ ചോദിക്കേണ്ട പ്രധാന ചോദ്യം എത്ര തവണ കൂടിയ അമേരിക്ക ട്രംപിന്റെ രാഷ്ട്രീയ അഹങ്കാരത്തിന് വില കൊടുക്കണമെന്നതാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാർ ഒരാളുടെ അധികാര ലോലുപതയ്ക്ക് വേണ്ടി പൂട്ടിക്കെട്ടുന്നത് എത്രമാത്രം നീതിയുള്ളതാണ്. ഭാഗിക ഷട്ട്ഡൌൺ അവസാനിച്ചേക്കാം, ബജറ്റ് ഒരുവിധം പാസ്സാകാം. എന്നാൽ ട്രംപ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ വിഷം നേരിടാതെ പോയാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും. അമേരിക്കയ്ക്ക് ഇന്ന് വേണ്ടത് ശക്തനായ നേതാവല്ല, ഉത്തരവാദിത്വമുള്ള ഭരണകൂടമാണ്. ട്രംപിസം അമേരിക്കയെ വീണ്ടും വീണ്ടും മുട്ടുകുത്തിക്കും.